വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അൻസാരി സുഗരി ആലപ്പുഴ ഒരു ഇസ്ലാമിക ഉസ്താദാണ്. ഞാൻ ഒന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടും അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞില്ല. എന്താണെന്ന് അറിയില്ല, കാരണം മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഇന്നത്തെ ദിവസം രാവിലെ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൻ്റെ താഴെ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു വീഡിയോ ചെയ്തിട്ട് 2000 കെയിൽ എത്തിയില്ല, അതുകൊണ്ടാണോ, എന്നാൽ പിന്നെ മമ്മൂട്ടിയുടെ പിന്നാലെ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങ് ഫേമസ് ആയിക്കൂടെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഒന്ന് നിങ്ങൾ നോക്കണം. മമ്മൂട്ടിയുടെ കൂടെയൊക്കെ നിന്ന് ഒരു ഫേമസ് ആയിക്കൂടെ. മമ്മൂട്ടിയുടെ കൂടെയും ഷക്കീലയുടെ കൂടെയൊക്കെ നിന്ന് ഫേമസ് ആയവർക്ക് അങ്ങനെ ഒരു കമൻറ്റ് എഴുതിയിടാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഫോട്ടോ എടുത്ത് ഫേമസ് ആയവർക്ക് അങ്ങനെ ഒരു കമൻറ്റ് എഴുതുക, കാരണം അനുഭവമാണല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്കെന്താ അൻസാരി അങ്ങനെ ആവശ്യമില്ല, അതിൻ്റെ ഒരു താല്പര്യവും എനിക്കില്ല. അത് അൻസാരി അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോയി നടക്കട്ടെ, അതാണ് നല്ലത്. അൻസാരിക്ക് അങ്ങനെയൊക്കെ ഫേമസ് ആകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അൻസാരി അങ്ങനെ ചെയ്യുക, എനിക്കതിൽ വിരോധമൊന്നുമില്ല. അൻസാരിയുടെ ജീവിതത്തിൽ അങ്ങനെ ഫേമസ് ആയി വന്ന അൻസാരിക്ക് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കും, അങ്ങനെയൊക്കെ തോന്നും. അതിലിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അൻസാരി മമ്മൂട്ടിയുടെ കൂടെ എന്നോ, ഈ മമ്മൂട്ടി ഒരു കാലത്ത് കാഫറാണെന്ന് പറഞ്ഞു നടന്ന ഇസ്ലാമിക സമൂഹം തന്നെയാണല്ലോ ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറയുന്നത്. കാരണം ഇസ്ലാമിൻ്റെ അകത്ത് പാട്ട്, ഡാൻസ്, സിനിമ ഇതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞു നടന്ന ഒരു കാലഘട്ടം ഇസ്ലാമിക മതപണ്ഡിതന്മാർക്കുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന ഖുർആൻ ഇതര ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാത്തിനും കൊടി പിടിച്ച് നടക്കുന്ന അൻസാരിയെ പോലുള്ളവർക്ക് കുഴപ്പമില്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അൻസാരി സുഗരിക്ക് ഈ ഇസ്ലാമിക സ്വർഗം എന്ന് പറയുന്നത് വലിയ സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇസ്ലാമിക സ്വർഗത്തെ പറ്റി എന്തൊക്കെയാണ് വായിച്ച് മനസ്സിലാക്കിയവർക്കും കേട്ട് മനസ്സിലാക്കിയവർക്കും ഭയങ്കര മനോഹരതയും ഭയങ്കര സംഭവമൊക്കെ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അൻസാരിക്ക് ഈ ഇസ്ലാമിക സ്വർഗത്തെ പറ്റി പറയുമ്പോൾ എന്തോ ഒരു സംശയം പോലെ. ഈ 72 ഹൂറികൾ, അല്ലെന്നുണ്ടെങ്കിൽ മദ്യപ്പുഴ, ചന്ത, കസ്തൂരി മടക്കുന്ന ഇഷ്ടിക, ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോഴത്തേന് എന്താണെന്ന് അറിയത്തില്ല. അൻസാരിയുടെ ഇതിൽ എന്തോ ഒരു വല്ലാത്ത സംഭവമൊക്കെയാണ്, വല്ലാത്തൊരു വിഷമം പോലാണ്. ഇതൊക്കെ അൻസാരി പറയുന്ന ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. മുസ്ലിമീങ്ങൾ മരണപ്പെട്ടാൽ 72 ഹൂറിമാരെ ലഭിക്കാറുണ്ടല്ലേ. കള്ളിന്റെ പുഴയും തേനിന്റെ പുഴയും പാലിന്റെ അരുവുകളുമെല്ലാം സ്വർഗത്തിൽ ദൈവം വരദാനമായിട്ട് തരുമല്ലേ. എന്തിനേറെ പറയണം, ഉയർന്ന മാരണമുള്ള തരുണീമണികളായ സമപ്രായക്കാരെ സ്ത്രീകളെയെല്ലാം ദൈവം നിങ്ങൾക്ക് വരദാനമായി സ്വർഗത്തിൽ തരുമല്ലേ. പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹാരിതയും വൈവിധ്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ കാലങ്ങളായിട്ട് ഉതിർത്തിവിടാറുള്ള ഒരു ക്ലീശെ പരിഹാസ ചോദ്യമാണ് സ്വർഗത്തിലെ ഹൂറികൾ അഥവാ അപ്സരസുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഈ പരിഹാസ ചോദ്യം കൊണ്ട് ഇസ്ലാമിനെ നേരിടാൻ വന്നവരോട് സ്നേഹത്തോടും നീതിബോധത്തോടുകൂടി നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ അൻസാരി പറയുന്നത് ഈ സ്വർഗം ഭയങ്കര മനോഹരത ഉള്ളതാണ്. ഈ സ്വർഗത്തെക്കുറിച്ച് പറയാനുള്ളത് ഭയങ്കര സംഭവമാണ്. സ്വർഗത്തിൽ തുടുത്ത മാറിടമുള്ള തരുണി മണികൾ, സമപ്രായക്കാരായ സ്ത്രീകൾ എന്ന് വേണ്ട. എന്തൊക്കെയാണ് സംഭവം എന്നറിയാമോ. പക്ഷേ ഈ അൻസാരി ഇത് പറയുമ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലാക്കണം. അൻസാരി ഈ തുടുത്ത മാറിടമുള്ള സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് ഈ വയല് പ്രസംഗം നടത്തുമ്പോൾ, അതല്ല ഈ നിങ്ങളുടെ നോമ്പിൻ്റെ സമയത്ത് അതിൻ്റെ രാത്രിയിലൊക്കെ ഇതൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേനും അൻസാരിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം അവർക്ക് ഇസ്ലാമിക സ്വർഗത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇതാണ് സംഭവം. കേട്ടു നോക്ക് നിങ്ങൾ. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. ഖവാഇബ, അച്റാബ, സമപ്രായക്കാരികളായ ഈ സമപ്രായക്കാരികളായ സഹോദരിമാർ എന്നൊക്കെ പറയുമ്പോൾ അൻസാരി ഇത് എന്താണ് ഈ സംഭവം? ഈ സഹോദരിമാരെങ്ങനെ അവിടെ വരും?
72 ഹൂറികളാണല്ലോ നിങ്ങൾക്കുള്ളത്. ഇനി വേറൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൻ്റെ അകത്തുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള സംഭവമാണ്. അതെന്തുമായിക്കോട്ടെ, ഈ സമപ്രായക്കാരായിട്ടുള്ള സഹോദരിമാരെന്ന് പറയുമ്പോൾ തുടുത്ത മാറിടമായിട്ട് സഹോദരിമാർ വരിക എന്ന് പറയുമ്പോൾ അൻസാരി ഇതെങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒന്ന് പറയാമോ? എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അൻസാരിക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും. അൻസാരിക്ക് അത് ചിന്തിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ പുസ്തകത്തിൽ, നിങ്ങളുടെ ഖുറാനിൽ നിങ്ങളുടെ ഉസ്താക്കന്മാർ ഇവിടെ കിടന്ന് പറയുന്ന സംഭവം തന്നെയാണല്ലോ ഇത്. അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ സഹോദരിമാർ, തുടുത്ത മാറിടമുള്ള സഹോദരിമാർ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്? ഇനി അൻസാരിക്ക് ചിലപ്പോൾ ഈ തുടുത്ത മാറിടമുള്ള സഹോദരിമാരും ഈ അതൊന്നും പറയാൻ ചിലപ്പോൾ അൻസാരിക്ക് ഭയങ്കര മടിയായിരിക്കാം. ഭയങ്കര മടിയും ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രയാസമൊക്കെ ആയിരിക്കും. ഇതെങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞു അൻസാരിയുടെ ആ ഇതിൻ്റെ അകത്തൊക്കെ ആ മുഖത്തിൽ നിന്ന് സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അതാണ്. ഈ 72 ഹൂറികൾ, തുടുത്ത മാറിടമുള്ളവർ, ഇതൊക്കെ. പക്ഷെ അൻസാരി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇതിനെപ്പറ്റി പറയാൻ മടിയില്ലാത്തവരുണ്ട്. ഒരു കുഴപ്പമില്ല, അവർക്ക് പറയുന്നതിനൊന്നും ഒരു മടിയില്ല, അവർക്ക് പറയുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം അവർ പരസ്യമായിട്ടൊന്ന് പറയാൻ ഒരു കുഴപ്പമില്ലാതെ അവർ ഇന്ന് പറയുന്നുണ്ട്. അത് ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കൂടെ ഒക്കെ ഒന്ന് നോക്കണേ നിങ്ങൾ. അവരതിൻ്റെ അകത്ത് അങ്ങ് വളരെ 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 ഭയങ്കരമായ രീതിയിൽ അങ്ങ് ആനന്ദിച്ച് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അൻസാരിയപ്പോൾ ഉള്ളവർക്ക് പറയാൻ മടിയായിരിക്കാം. കാരണം ഖുറാൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന, ഹദീസിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ മുഹമ്മദ് പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പരസ്യവേദിയിൽ വന്നിട്ട് സ്വർഗത്തെപ്പറ്റി പറയാൻ അൻസാരിക്ക് മടിയായിരിക്കാം. പക്ഷെ അൻസാരിക്ക് മടിയാണെങ്കിൽ മറ്റുള്ളവർക്ക് പറയുന്നതിന് ഒരു മടിയില്ല. കാരണം ആ മടിയില്ലാത്ത ആൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രായക്കാരികളായ സഹോദരിമാർ ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്, ഖവാഇബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി, വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. വഹൂറുൻ നഈൻ, ഹൂറുല്ലിങ്ങളുണ്ട്, കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, സ്വർഗീയ തരുണിമണികള്, കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അൻസാരി ഈ ചിപ്പിക്കുള്ളിലിരിക്കുന്ന തരുണികൾ എന്നൊക്കെ പറയുമ്പോൾ അൻസാരി തകർത്തു വാരും അല്ലേ അൻസാരി? അൻസാരി എന്തൊക്കെയാണ് തകർത്തു വാരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ അൻസാരി ഈ ഇഷ്ടിക ഈ സ്വർഗത്തിൽ ചെന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേനും എന്താണ് അൻസാരി ഈ മദ്യത്തിന്റെ പുഴ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വേറൊരു ഉസ്താദാണ് ഇരുന്നുകൊണ്ട് ഈ ബിവറേജ് കോർപ്പറേഷനിൽ ജോലി ചെയ്തവന് പോലും അറിയാൻ വയ്യാത്ത ബ്രാൻഡുകളെ പറ്റിയാണ് തച്ചിലിരുന്ന് പറയുന്നത്. ഇവിടെ അതൊന്നും വേണ്ട, എല്ലാം അവിടെ കിട്ടും, ഇവിടെ ഉള്ള ഹറാമാണ്, പക്ഷെ അവിടെ എല്ലാം ഹലാലാക്കി അള്ളാഹു വെച്ചിരിക്കാൻ നമ്മൾ തട്ടി വിടുകയാണ്. അപ്പൊ അൻസാരി ഇതൊക്കെയാണ് നിങ്ങളുടെ സ്വർഗത്തിലല്ലേ മദ്യപ്പുഴ. അല്ല ഈ ഉസ്താദ് പറയുന്നു കേട്ടു നോക്കിയേ. കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തോളി, ഇനി അങ്ങനെ തൗബ ചെയ്ത് ഇത്ര നാൾ അല്ലാഹു എല്ലാം തരും. നിങ്ങൾ കുടിക്കണം, തരുന്നുണ്ട്, ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് നീ ആഗ്രഹിക്കുന്ന മുഴുവൻ അള്ളാഹു തആല തരുന്നുണ്ട്. എപ്പോ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല, നീ അങ്ങോട്ട് വാ, എല്ലാം തരാം. സ്കോച്ച് ഏത് തരത്തിൽ വേണം, ഏത് തരത്തിൽ വേണം, ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം, ഇതെല്ലാം. ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത, എലി, പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു തരാം. തീർന്നില്ല, വലിയൊരു സാധനം, ഭയങ്കര സാധനം.
ബഹുത്ത് ബടാ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അതാണ് അടുത്തത് അള്ളാഹു പറയുന്നത്. ആയത്തോതി പോലെയുള്ള വിശദീകരിക്കത്തില്ല. വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. വിശദീകരിക്കാൻ ഞാനില്ലേ, അത് ഒരുപാടുണ്ട്. സൂറത്തുൽ വാഖിയയും സൂറത്തുൽ റഹ്മാനും ഒക്കെ എടുത്ത് അങ്ങോട്ട് വിശറിയാണ്ടല്ലോ. ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും അല്ലാഹു തൗഫീഖ് നമുക്ക് പറയാം. ഇപ്പൊ പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അത് വലഹും ഫീ അസ്വാജുൻ മുതഹ്ഹറയാണ്, പരിശുദ്ധവതികളായ പെണ്ണാണ്. ഹൈള്, നിഫാസ്, മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണുങ്ങൾ. ഇവിടുത്തെ ഒരു പെണ്ണ് ലൈഫ് ബോയ് സോപ്പിട്ട് മിനുക്കിക്കൊണ്ട് പോയി ഇച്ചിരി പൗഡറും തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ്. മുഴുവൻ ഇത്തിരി പൗഡറിന്റെ കളർ അങ്ങോട്ട് കയറി, ബസ്സിനകത്ത് കയറി, തിരക്കിൽ അങ്ങോട്ട് പോയി ഇപ്പുറത്തോട്ട് പോയി ആ ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളറും ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പടച്ചവനെ പരിസരത്തിൽ വെള്ളം അടുത്ത് പോയി നിൽക്കാൻ പറ്റൂല, നാറ്റം അടിച്ചിട്ട്. കാരണം എന്താ, വെയില്, വിയർപ്പ് എല്ലാം കൊണ്ട് ആകെ. കാരണം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷെ അവിടെയോ അങ്ങനെ വലഹും ഫീ അസ്വാജുൻ മുതഹ്ഹറ ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹു നിനക്ക് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ഭൂതവർഗത്തിൽപ്പെട്ട ആരും ഇവളെ തൊട്ടിട്ടേയില്ല, സ്പർശിച്ചിട്ടേയില്ല. ലം യത്മിസുഹുന്ന ഇൻസുൻ, ലം യത്മിസുഹുന്ന ഇൻസുൻ ജിന്നും ഖബ്ലഹും, ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. നിനക്ക് തരുന്നതും ആരും തൊട്ടിട്ടില്ല. നമ്മള് പിന്നെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജീവിതമാണെങ്കിൽ ഈ പറയപ്പെട്ട സാധനം എല്ലാം കിട്ടും. അല്ലാഹു തആല ചുമ്മാ ഇവരെ പോലെ ഇങ്ങനെ കണ്ടടത്തൊക്കെ പോകാനും വരാനും ഒന്നുമല്ല അവരെ അനുവദിച്ചിട്ടുള്ളൂ. ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കൂടാരം ഉണ്ടാക്കി അതിലിട്ടിരിക്കുകയാണ്. പ്രത്യേകമായി ഒരു കൂടാരം അടിച്ച് അതിനകത്ത് അവരെ സൂക്ഷിച്ചിട്ടിരിക്കുകയാണ്. കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളാണ്. കണ്ണിന്റെ ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ. കണ്ടവരെ ഒന്ന് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കില്ല, വെന്തോക്ക് നോക്കുന്ന പോലെ. എല്ലാരെയും നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുന്ന പെണ്ണല്ല. ആർക്ക് വേണ്ടിയാണോ നിന്നെ അള്ളാഹു നൽകിയത് അവനെ മാത്രമേ നീ നോക്കുകയുള്ളൂ, വേറെ ആരെയും നോക്കുകയില്ല. അവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ പറയും ഇല്ലാ ഖീല സലാമാ സലാമാ, വാ വാ, വെൽക്കം ഫോർ യു, സ്വാഗതം, കടന്നു വന്നാലും സലാം സലാം എന്ന് പറഞ്ഞിട്ട് അഹൂർലിങ്ങൾ വിളിക്കുന്നത്. ഇവിടുന്ന് ഉണ്ടംപൊരി വാങ്ങിച്ചോണ്ട് പോയില്ലെങ്കിൽ വരുന്ന പറയാൻ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ ഒരു കുരുന്നോടെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ടില്ലേ, അടുത്ത് വരുമ്പോ അയ്യോ മച്ചോ എന്താണ് അതുവരെയും പ്രാക്ക മാറിയിരുന്നത്. ഗൾഫിൽ നിന്ന് മാസം തന്നെ പൈസ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ പ്രാക്ക് തുടങ്ങും. പൈസ വരുമ്പോ അയ്യോ എനിക്കാൻ എന്തെല്ലാം ആവശ്യമില്ലാത്ത പറഞ്ഞു പഠിച്ചോനെ അടുത്ത മാസം 1000 രൂപ കൂട്ടി അയക്കാനുള്ള തോഫി കൊടുക്കണേ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദുആ അല്ലേ. അപ്പൊ അവിടെ അങ്ങനല്ല. സ്വർഗവാസികൾ ഇങ്ങനെ വരുമ്പോഴേ തന്നെ സലാമ സലാം, സമാധാനം സമാധാനം. അതാണ് അവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ വ്യത്യാസം. അല്ലാഹു തആല പറഞ്ഞു പ്രത്യേകമായ ഒരു പ്രകൃതിയിലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളുടെ ഇവിടുത്തെ സാധാ ലോക്കൽ പോലെ അല്ല. ഇതൊക്കെ ചുമ്മാ ഒരു ഹൂർലി. ഇതിനെ ഇപ്പൊ കാണുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പടച്ചവനെ അതിനെ എങ്ങാനും കണ്ടാ പിന്നെ പറയണോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വർഗ്ഗഹൂറിയുടെ, സ്വർഗത്തിലെ സ്ത്രീയുടെ ഒരു കൈത്തണ്ട എങ്ങാനും ഭൂമിയിൽ അള്ളാഹു കാണിച്ചാല് സ്വർഗത്തിന് ദുനിയാവിൽ സൂര്യന്റെ ആവശ്യമില്ല. അത്രത്തോളം തിളക്കം. ഒന്ന് ആലോചിച്ച് നോക്കി, വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാൽ ഇപ്പോഴൊന്നും ആലോചിക്കണ്ട.
പടച്ചവനെ, നമ്മുടെ നാട്ടിലൊരു പെണ്ണിറങ്ങിയാൽ അള്ളാഹുവേ പവർ കട്ടിന്റെ കാലഘട്ടമാണല്ലോ പടച്ചവൻ. ഇനി എന്നാ വെളിച്ചം വരുന്നത്? അമാവാസി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ തരുന്നതാണ്. എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ച് ഉത്തമ തരണിയായ പെണ്ണ്. ഇനിയിപ്പൊ എന്താ പറയുക അതിനെ കുറിച്ച്? കൊച്ചുകാർക്ക് ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? എന്റെ പടച്ചവനെ, ഇപ്പോഴേന്ന് ചിരിക്കാൻ തുടങ്ങിയാല് നീ വളരുമ്പോ നിന്റെ ചിരി എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഉസ്താദ് പറയുന്നത് കേട്ടോ? ഏതൊക്കെ ബ്രാൻഡുകളാണ് പറയുന്നത്? അൻസാരി ഈ ബ്രാൻഡിലൊക്കെ പോയിട്ടുണ്ട്, ബ്രാൻഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, കാരണം അവിടെ മദ്യത്തിന്റെ പുഴ ഉള്ളത് കൊണ്ട് ഇവിടെ എന്താ കാലം അൻസാരിയെ പോലുള്ളവർ അത് കഴിക്കത്തില്ല എന്ന് ഉറപ്പുണ്ട്. അല്ലേ അൻസാരി ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത്രയോ ബ്രാൻഡുകൾ അവിടെ. അള്ളാഹു അങ്ങനെ ഒരു മദ്യത്തിന്റെ പുഴയെ തന്നെയാണോ ഇത് മൊത്തം വെച്ചിരിക്കുന്നത്? അതോ ഇത് ഓരോ പുള്ളി പറഞ്ഞതുപോലെ ഹണീബിയോ ഏതാണ്ടൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഓരോ മദ്യത്തിന്റെ പുഴ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാഗര സംഗമം, ഈ നമ്മള് മൈസൂറൊക്കെ കാണാൻ പോകുമ്പോഴത്തേന് 3 നദികൾ ഒരുമിച്ച് വന്ന് സംഗമം ചെയ്യുന്ന പോലെ ഇതങ്ങനെ ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഒരുമിച്ച് സംഗമം ചെയ്യുമോ? എങ്ങനെയാണിത്? ഇനി വേറൊരു ഉസ്താദ് പറയുന്നത് അതിനേക്കാളും വലിയ സംഭവമാണ്. ഒരു മാങ്ങ പറിച്ച് അപ്പൊ തന്നെ വേറെ 2 എണ്ണം അവിടെ ഉണ്ടാവും. ഇത് വല്ലാത്ത ഒരു കൃഷിയാണ് കേട്ടോ. ഒറ്റ സെക്കൻഡ് എന്നിട്ട് പുറത്തെടുത്തിട്ട് അള്ള കഴിക്കും. ദുനിയാവെന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിനാ? ഇല്ലല്ലോ. ഒരു വിഷമം ഉണ്ടായില്ല. ഇല്ല. ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും സ്വർഗം? സ്വർഗത്തിൽ ഒരു ആപ്പിള് പറിക്കുമ്പോ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും പറിക്കുമ്പോഴേക്ക്. there are so many fruits there. ലാ മക്തുഅ വല മംനുഅ. അവിടെ പൂഴ്ത്തി വെപ്പില്ല, കഷ്ണം വെക്കലില്ല. തിന്നോണ്ടിരിക്കുമ്പോ അനിയത്തിക്ക് വെച്ചേക്കുന്ന ഡയലോഗൊന്നും ഉണ്ടാവില്ല. വിലക്കയറ്റില്ല, സീസൺ അല്ലാത്ത പ്രശ്നമില്ല, കൊക്ക എത്തുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അതുല്ലിലത്ത് കുത്തുഫാത്ത് അതിലില്ല, ഇങ്ങോട്ടേക്ക് വരും. കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് കൃഷിയെപ്പറ്റി സ്വർഗത്തിൽ കൃഷി വേണേൽ ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ. സഹീഹുൽ ബുഖാരി അധ്യായം 42 ഹദീസ് നമ്പർ 1051 പേജ് 542 അത് പറയാം. അബൂ ഹുറൈറ പറയുന്നു, ഒരു ദിവസം തിരുമേനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഒരു ഗ്രാമീണൻ ഇരിക്കുന്നുണ്ടായിരുന്നു. തിരുമേനി അരുളി, സ്വർഗവാസികളിൽ ഒരാൾ തന്റെ നാഥനോട് കൃഷി ചെയ്യാൻ അനുവാദം ചോദിച്ചു. നീ ആശിക്കുന്ന ക്ഷേമശരീരങ്ങളിലല്ലേ ഇപ്പോഴുള്ളത് എന്ന് അള്ളാഹു ചോദിച്ചു. അതെ, പക്ഷെ കൃഷി ചെയ്യാൻ എനിക്ക് അതിയായ ആഗ്രഹം. എന്നിട്ട് അവൻ വിത്ത് വിതച്ചു. കണ്ണു ചിമ്മി തുറക്കുന്നതിനകം ആ വിത്ത് മുളച്ചു വളർന്നു കൊയ്യാൻ പാകമായി. അവയുടെ ഫലങ്ങൾ പർവ്വതങ്ങളോളം വളർന്നു. അന്നേരം അള്ളാഹു പറയും, ഇതാ എടുത്തോളൂ മനുഷ്യപുത്ര, നിനക്ക് എത്ര കിട്ടിയാലും മതിയാകുകയില്ല. ഇത് കേട്ട് ഗ്രാമീണൻ പറഞ്ഞു, അള്ളാഹുവാണേ, ഒന്നുകിൽ ആ മനുഷ്യൻ ഖുറൈശി ആയിരിക്കും, അല്ലെങ്കിൽ അൻസാരി. അവരാണ് കൃഷിക്കാർ, ഞങ്ങൾ കൃഷിക്കാരൊന്നുമല്ല. തിരുമേനി ചിരിച്ചു. സഹീഹുൽ ബുഖാരി അധ്യായം 42 ഹദീസ് നമ്പർ 1051 പേജ് 542. ഈ ക്ഷേമൈശ്വര്യങ്ങളിലായിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ചെന്ന് ക്ഷേമൈശ്വര്യങ്ങളിലായിരിക്കുന്ന ഒരു മനുഷ്യന് പിന്നീട് അവിടെ കൃഷി ചെയ്ത് ആ കൃഷിയുടെ കാര്യത്തിന്മേൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അൻസാരി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെയും കൃഷി അവിടെയും കൃഷി, വല്ലാത്തൊരു കൃഷിയാണ്. അപ്പൊ ഈ ചിപ്പിക്കുള്ളിലിരിക്കുന്ന ഈ തരുണീമണികൾ ഭയങ്കര സംഭവമായിപ്പോയി. വേറൊരാൾ പറയുന്നത്, ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കസ്തൂരിയുടെ മണമുള്ള ഇഷ്ടികയാണ്, കട്ടളയാണ്, എന്തു വേണ്ട എന്തൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് കേട്ടു നോക്കണം. സ്വർഗത്തിൽ ഒരുപാട് പ്രത്യേകത, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം സ്വർഗത്തിൽ നിന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങളൊക്കെ അല്ലേ ഓരോന്നും ഉമ്മാന്റെ മുമ്പിൽ പറയാനും ഉപ്പാന്റെ മുമ്പിൽ പറയാനൊക്കെ. സ്വർഗത്തിലെത്തിയാല് എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടും. എന്തും ആഗ്രഹിക്കാം, അതാ സ്വർഗത്തിന്റെ പ്രത്യേകത. എന്തും ആഗ്രഹിക്കാം, എന്താഗ്രഹിച്ചാലും കിട്ടും. അതില് ഒരു മരം ഉണ്ട് അത്രേ. ആ മരം വലിയൊരു മരം. ആ മരത്തിന്റെ താഴെയൂടെ നമ്മൾ ഇങ്ങനെ നിഴലിലൂടെ നടന്നാലേ 100 കൊല്ലം നടന്നാലും ആ നിഴല് കഴിയൂല. അപ്പൊ എത്ര വലിയ മരക്കാരത്. അവിടുത്തെ മണ്ണ് കുങ്കുമം കൊണ്ടാണ്. പിന്നെ ഇഷ്ടിക സ്വർണവും വെള്ളി കൊണ്ടുള്ളതാണ്. ചെരക്കല്ല് തന്നെ അവിടുത്തെ രത്നവും മുത്തും കൊണ്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ഭംഗിയായിരിക്കും ആ സ്വർഗം അല്ലേ? ഒത്തിരി അവിടെ 4 പുഴയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പുഴയില്ലേ?
ആ പുഴ ഏതാ? എല്ലാ പുഴയിലും വെള്ളം തന്നെയാണ്. പക്ഷെ സ്വർഗത്തിലെ പുഴയിൽ എല്ലാത്തിലും വെള്ളമല്ല. ഒന്ന് വെള്ളത്തിൻ്റെതുണ്ട്, ഒന്ന് പാലിങ്ങനെ ഒലിക്കും, ഒന്ന് തേനിന്റെ പുഴ. ഓ, എന്ത് രസമായിരിക്കും അല്ലേ? ഒന്ന് കള്ളിന്റെ പുഴ. ഇവിടത്തെ തേനോ ഇവിടത്തെ കള്ളോ ഇവിടത്തെ വെള്ളോ ഇവിടത്തെ പാല് പോലും ഒന്നും ആവില്ലത്. നല്ല ടേസ്റ്റുള്ള വളരെ സന്തോഷം തരുന്ന പാനീയങ്ങളാണ്. പറഞ്ഞാലും തീരാത്തത്രയുണ്ട് സ്വർഗം. കാരണം ഈ ഇഷ്ടികയും കസ്തൂരിയൊക്കെ ഉണ്ടെങ്കിലും അവിടെ പറയുന്നത് അത് ശരിയാണ്. കാരണം വളരെ വ്യക്തമായിട്ട് സ്വഹീഹ് മുസ്ലിമിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 2833 പറയാണ്, അനസ് ഇബ്നു മാലിക് നിവേദനം, നബി പറഞ്ഞു, നിശ്ചയം സ്വർഗത്തിൽ ഒരു ചന്തയുണ്ട്. വല്ലാത്ത ചന്തയായിരിക്കും കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും അവരതിൽ പോകും. അപ്പോൾ വടക്കൻ കാറ്റടിച്ച് വീശുകയും അത് അവരുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും കസ്തൂരി ഗന്ധം അടിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഭംഗിയും സൗന്ദര്യവും വർദ്ധിക്കും. അവർക്ക് ഭംഗിയും സൗന്ദര്യം വർദ്ധിച്ചിരിക്കെ അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് പോകും. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ അവരോട് പറയും, അള്ളാഹുവാണേ സത്യം, ഞങ്ങളിൽ നിന്ന് പോയതിന് ശേഷം നിങ്ങൾക്ക് ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, നിങ്ങൾക്കും അള്ളാഹു തന്നെയാണ് സത്യം, നിങ്ങൾക്കും ഞങ്ങൾ പോയതിന് ശേഷം ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 2833. എന്താണ് ഒരു വടക്കൻ കാറ്റടിച്ചതേ ഉള്ളൂ. തെക്കൻ കാറ്റും കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും കൂടെ കൂട്ടിയടിച്ചിരുന്നെങ്കിൽ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. വടക്കൻ കാറ്റടിച്ചപ്പോൾ തന്നെ അവരുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും കസ്തൂരിയുടെ ഗന്ധമടിച്ചെങ്കിൽ ആ കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും കൂടെ ഒന്ന് വീശി അടിച്ചിരുന്നെങ്കിൽ, മൊത്തം കൂടെ ഒന്ന് പാറിപ്പറന്ന് വന്നിരുന്നെങ്കിൽ ആ അവസ്ഥയൊന്ന് ആലോചിക്കുക. അൻസാരി, ഇതൊക്കെ ശരിയാണോ അൻസാരി? നിങ്ങളുടെ ആ മുഖത്തിന്റെ ഭാവമൊക്കെ അങ്ങ് മാറി നല്ല അടിപൊളിയായിട്ടൊക്കെ. അത് ഞാൻ ചോദിക്കുന്നത്, ഈ ഹദീസും പ്രകാരം ഈ വീട്ടിലേക്ക് ഇവര് സൗന്ദര്യം വർദ്ധിച്ചു വരുമ്പോഴത്തേന് ഈ വീട്ടിലുള്ളവർക്ക് എങ്ങനെ സൗന്ദര്യം പറയാം? അത് ഏത് കാറ്റടിച്ചതാണെന്നൊന്ന് പറയാമോ? അത് ഏത് കാറ്റടിച്ചതാണെന്നൊന്ന് പറയണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാളും കാറ്റടിച്ചു, ചന്തയിൽ പോയവർക്ക് കാറ്റടിച്ചു, വീട്ടിലുള്ളവർക്കും ഇന്ന് കാറ്റടിച്ചു, ആകെ കാറ്റടിയും ബഹളവുമാണ്. അപ്പോൾ വീട്ടിലുള്ളവർക്കും കാറ്റടിച്ചു. അൻസാരി സമ്മതിക്കണം, എൻ്റെ സ്വർഗം മാമാ, സ്വർഗം എന്ന് പറഞ്ഞ കണക്കായി. ഇനി അതുകൂടാതെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീകൾ ഗർഭധാരണമൊക്കെ ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ അതിന് 8ന്റെ പണി അള്ളാഹു സ്വർഗത്തിലും കൊടുത്തിട്ടുണ്ട്. തിർമിദി, സുന്നു തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2566 പേജ് 614. അബൂ സയ്യിദ് കുദരിയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഒരു വിശ്വാസി സ്വർഗത്തിൽ വെച്ച് കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ അതിന്റെ ഗർഭധാരണവും പ്രസവവും പ്രായമെല്ലാം അവൻ ആഗ്രഹിക്കും വിധം നിമിഷ നേരം കൊണ്ട് സംഭവിച്ചിരിക്കും. അല്ല, ഇത് ആരാണ് ഈ അൻസാരി ഈ ഗർഭം ധരിക്കുന്നത്? എന്തെക്കാളും ധനാഢ്യരായിട്ടുള്ള സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയല്ല, ഭർത്താവിനെ കോപപ്പെടുത്തിയ സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയല്ല. ഇതൊക്കെ നിങ്ങളുടെ ഹദീസുകളിലുള്ളതാണ്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയണം, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഒരു വിശ്വാസി, അപ്പൊ സ്വർഗത്തിൽ ചെന്ന ഒരു വിശ്വാസി സ്വർഗത്തിൽ വെച്ച് കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ അതിന്റെ ഗർഭധാരണവും പ്രസവവും പ്രായമല്ല അവൻ ആഗ്രഹിക്കും വിധം നിമിഷ നേരം കൊണ്ട്. ആരാണ് ഈ അവൻ? അള്ളാഹു ആണോ അതോ ഗർഭം ധരിച്ച മനുഷ്യനാണോ? ആരാണെന്നൊന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ അൻസാരി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അൻസാരി, താങ്കൾ പറഞ്ഞത് ഈ തുടുത്ത മാറിനുള്ള തരുണി മണികൾ എന്ന് വേണ്ട എല്ലാവരും വരും, ഭയങ്കരമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അൻസാരിയുടെ വാക്കുകൾ നിമിത്തം, അൻസാരിയിൽ നിന്ന് മനസ്സിലായത് നിമിത്തം നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിന് ഈ സ്വർഗം ലഭിക്കുമോ? സ്വർഗം ലഭിക്കുകയല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്, അൻസാരിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ജീവിച്ചു മരിക്കാൻ ശ്രമിക്കും. ഇല്ല, സ്വർഗത്തിലെ ഊർലിംഗങ്ങളായ പെണ്ണുങ്ങൾ അതൊരു മുസൽമാൻ മരിച്ചാൽ ഉടനെ അവന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്ന സംഗതിയല്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ള പെണ്ണുങ്ങളെ ആക്രമിക്കാതെ സ്വന്തം ഭാര്യയെപ്പോലെ, മകളെപ്പോലെ, ഉമ്മയെപ്പോലെ, സഹോദരിയെപ്പോലെ മറ്റ് സ്ത്രീകളെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ ലഭിക്കുന്നതാണ് ഈ സ്വർഗത്തിലെ ഊർലിംഗങ്ങളായ പെണ്ണുങ്ങൾ. അല്ലാതെ ഏതും അണ്ടനും അടകൂടനും ചെമ്മാനും ചെരുപ്പുത്തിയും അങ്ങ് മുസ്ലിമായി മരിച്ചവരുടെ കൊടുക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. ജീവിച്ചിരിക്കുമ്പോൾ പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് മാന്യമായി വർത്തിച്ചവർക്കുള്ള സമ്മാനമാണത്. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ വിഭജിക്കാൻ പോകുന്ന പെണ്ണ് നിന്റെ ഉമ്മയാണെന്നുള്ള ബോധം വെച്ച് അതിൽ നിന്ന് പിന്തിരിയുക. നിന്റെ പെങ്ങളാണ്, നിന്റെ മകളാണെന്നുള്ള കാഴ്ചപ്പാടിൽ അതിൽ നിന്ന് പിന്തിരിയുക. അങ്ങനെ ചെയ്താൽ നിനക്കുള്ള അനുഭൂതിയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഈ മാര്യത്വമായിട്ടുള്ള മുഹമ്മദിന്റെ വിഷയം
കാരണം മുഹമ്മദിന് അൻസാരിയുടെ വാക്ക് നിമിത്തം സ്വർഗം കിട്ടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് മാരിയത്തുമായിട്ടുള്ള വിഷയത്തിന്മേൽ സ്വർഗം ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം മാരിയത്തുമായിട്ട് കിടക്ക പങ്കിട്ടു, അത് അബ്സാ ബീവി കണ്ടു. അബ്സാ ബീവി കണ്ടതിന് ശേഷം മാരിയത്തുമായിട്ട് ഇനി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ ആയത്തിറങ്ങുന്നത്. അപ്പം അതിനു മുമ്പ് ഈ വ്യഭിചാരം നിമിത്തം മുഹമ്മദിന് എങ്ങനെ സ്വർഗം ലഭിക്കും? ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു പറയുന്നു. ബന്ധപ്പെട്ട സമയത്ത് ഈ അൻസാരി പറഞ്ഞതുപോലെ ആ അടിമ സ്ത്രീയെ സഹോദരിയായിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ട് മകളായിട്ട് മുഹമ്മദിന് കാണാൻ സാധിച്ചില്ലേ? അതൊന്ന് ചിന്തിച്ചു നോക്കണം അൻസാരി. എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്. ഇദ്ദേഹം പറഞ്ഞു, വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ, വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന സ്ത്രീയെ എങ്ങനെ ആയിരിക്കണം? ആയിട്ട് കാണണം, മകളായിട്ട് കാണണം, സഹോദരിയായിട്ട് കാണണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യം അൻസാരിയോട്, അൻസാരി പറഞ്ഞ ആ വോയിസും പ്രകാരം ആ സമയത്ത് ഈ അടിമ സ്ത്രീയെ മുഹമ്മദിന് അമ്മയായിട്ടും പെങ്ങളായിട്ടും ഭാര്യയായിട്ടും സഹോദരിയായിട്ടൊന്നും കാണാൻ പറ്റിയില്ലേ? കാണാൻ പറ്റാത്തതാണെങ്കിൽ ആകെ പണിയായല്ലോ അൻസാരി. അദ്ദേഹത്തിന് ആ സമയത്ത് നിയന്ത്രണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വർഗം ലഭിക്കുകയല്ലോ. ആരിസ് മദനിയും വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് മാരിയത്തുമായിട്ടുള്ള വിഷയത്തിൽ. പിന്നെ താങ്കൾ പറഞ്ഞ അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തി മുസ്ലിമായി മരിച്ചാൽ കിട്ടില്ല. എന്താ അൻസാരി, ഈ ചെരുപ്പ് കുത്തികൾ അത്രയ്ക്ക് മോശപ്പെട്ടവരാണ്? എനിക്കങ്ങനെ തോന്നില്ല കേട്ടോ. എനിക്ക് ആലപ്പുഴ, ഞാൻ കുട്ടനാട്ടുകാരനാണ്, അതുകൊണ്ട് എനിക്ക് ആലപ്പുഴ ആ കല്ലുപാലത്തിൻ്റെ സൈഡിലിരിക്കുന്ന, എന്ന് വെച്ചാൽ പോപ്പിയുടെയും ജോൺസിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന, അവർക്ക് വേണ്ടി കെട്ടിക്കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്ന മിക്ക ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അറുമുഖനൊക്കെ എൻ്റെ സുഹൃത്താണ്. അവരൊക്കെ അവിടെ നല്ല മാന്യമായ ജീവിതം തന്നെയാണ് ജീവിക്കുന്നത്. എന്താ അൻസാരി അവരോട് ഇത്ര എന്തോ ഒരു മോശം പോലെ അൻസാരിക്ക് വാക്കുകളിൽ? ഏറ്റവും നല്ല തൊഴിലല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, ഏത് ജോലിക്കാണെങ്കിലും. കാരണം ആ ജോലി, അവർക്ക് അറിയാവുന്ന ജോലികൾ അവർക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് പെറുക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ പോലും ആ വേസ്റ്റ് പെറുക്കി മാറ്റി അവിടെ വൃത്തിയാക്കുന്നുണ്ടല്ലേ അവിടെ അത്ര നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. അൻസാരിക്ക് മാത്രം എന്താ അൻസാരി ഈ അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തി എന്നൊക്കെ പറഞ്ഞു വന്ന് ഈ ചെരുപ്പൂത്തികളെ ഇത്രയ്ക്ക് മോശമാക്കുന്നത്? അത് മുഹമ്മദും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കാരണം ഈ ശരീരത്തിൻ്റെ കളറിനെയൊക്കെ നോക്കി ഉണക്ക മുന്തിരിയുടെ തലയുള്ളവനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വ്യക്തി അധിക്ഷേപം ചെയ്യുന്നതിൽ മുഹമ്മദിനും നല്ലൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അൻസാരിക്കും അത് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അൻസാരിയുടെ ജീവിതത്തിൽ അത് അൻസാരി ചെയ്യുമെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ കാരണം അൻസാരി ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അൻസാരി എന്ത് നല്ല കാര്യം ചെയ്താലാണ് അൻസാരി നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നത് ഒന്ന് പറയാമോ? ഈമാൻ കാര്യം ഇസ്ലാം കാര്യമൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നത് ഒന്ന് വ്യക്തമാക്കുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് അൻസാരി ഈ ഇസ്ലാമിക സ്വർഗത്തെ പറ്റി പറയാൻ നിങ്ങൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ലാതെ വിളിച്ചു പറയുന്നേ. അടുത്ത എപ്പിസോഡിൽ ഈ ഉസ്താക്കന്മാർ പറഞ്ഞതല്ല, ഇവർക്ക് ഖുറാൻ്റെ അകത്തും ഹദീസിൻ്റെ അകത്തും അള്ളാഹുവും മുഹമ്മദും ബാക്കിയുള്ളവരും ഇത് കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഖുറാൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഒന്ന് നോക്കാം. അൻസാരിയോട് ഒരു കാര്യം പറയാണ്, മദ്യപ്പുഴ 72 ഹൂറികൾ, ചന്ത എന്ന് വേണ്ട, നിങ്ങൾക്ക് കൊണ്ട് 33 വയസ്സെന്ന പ്രായം എന്ന് വേണ്ട, ഇതെല്ലാം ലഭിച്ച് ഇവിടെ അള്ളാഹുവിൽ
വളരെ സന്തോഷത്തോടെ ഇവിടെ ഒന്നും ചെയ്യാതെ ജീവിക്കുന്നതിന് അവിടെ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് ഈ ചന്തയപ്പോക്കും 72 ഹൂറികളും മദ്യപ്പുഴയും എന്നുകൊണ്ട് ഈ പരിപാടികളെല്ലാം കിട്ടുന്ന പറയുന്നത് ഒരു സ്വർഗത്തിനേക്കാൾ ഏറ്റവും നല്ലത്. ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. ഏത് ദൈവത്തെയാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ദൈവമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു സ്വർഗം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ അകത്ത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അത് കാണുകയും ചെയ്യാം. ആ കാണുന്ന സ്വർഗത്തിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അൻസാരിയോട് പറയണം, അൻസാരി, ഈ നേരത്തെ ഞാൻ മറുപടി അൻസാരിക്ക് 3 തന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അൻസാരിയുടെ മതവും പറഞ്ഞ അൻസാരിയും പൊക്കും. അൻസാരി, ഈ മറ്റുള്ളവരുടെ മതത്തിലേക്ക് കയറി വന്നിട്ട് അത് മോശമാണ്, ഞങ്ങളുടെ ഏതാണ്ട് വലിയ ക്വാളിറ്റി ഉള്ളതെന്ന് പറയുമ്പോൾ, ഈ ക്വാളിറ്റി ഉള്ള മതത്തെ പറ്റി ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സംഭവമാണെന്നുള്ളത് ബോധ്യമാകുകയാണ്. അൻസാരിയോട് പറയണം, അൻസാരി, ഇന്ന് സുപ്രധാന ദിവസം, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കാൻ ഏറ്റവും നല്ലത്. കാരണം ഏത് പാപം ചെയ്ത ഒരു മനുഷ്യന് പാപം മോചിക്കുവാൻ വേണ്ടി, പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് സകല മനുഷ്യന് പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തിരിച്ചു സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയ ഒരു കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. വേറെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത, വേറെ ആർക്കും അധികാരം പറയാൻ പറ്റാത്ത, വേറെ ആർക്കും ഇത് ഞാൻ ചെയ്തതാണെന്ന് പറയാൻ പറ്റാത്ത അത്രത്തോളം വലിയ അധികാരത്തിലിരിക്കുന്ന ഏത് രാജാവിനെയും ഏത് മന്ത്രിയെയും ഏത് ഭരണാധികാരികൾക്കും മുകളിലിരുന്നുകൊണ്ട് കർത്തൃത്വം നടത്തുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ ഇന്ന് ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. അതുകൊണ്ട് അൻസാരിയോടും കൂട്ടരോടും പറയുകയാണ്, ഇസ്ലാമിക സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ വളരെ വിഷമം, വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മറ്റു പലർക്കും അത് പറയുന്നതിന് മടിയൊന്നുമില്ല. അടുത്ത എപ്പിസോഡിൽ ഈ ഖുറാന്റെയും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സ്വർഗം, ഈ ഉസ്താക്കന്മാരൊക്കെ പറഞ്ഞ സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് ഒന്നുകൂടെ പറയാൻ അൻസാരി, ഭൂമിയിലെ സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടുവാൻ ഏകനാമം, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന ആ നിസ്തുല്യ സ്നേഹത്തിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.